ഹായ് കൂട്ടുകാരെ, നമ്മുടെ ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു വാട്ട ഈറ്റിനിടെയാണ് ചെയ്യുന്നത്. കാലത്ത് പുട്ടും കടലക്കറിയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. തലേന്ന് കുതിർത്ത കടല ഞാൻ രാവിലെ കുക്കറിലിട്ട് വേവിക്കുകയാണ്. പിന്നെ രാവിലെ ചായ ഇടുന്നുണ്ട്. പിന്നെ കടലക്കറി വെക്കുകയാണ് കേട്ടോ. എൻ്റെ കടലക്കറി റെസിപ്പി എന്ന് വെച്ചാൽ നമ്മൾ എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ ഏലക്കയും ഗ്രാമ്പു പട്ട എല്ലാം ഇട്ട് മൂപ്പിക്കും. പിന്നെ കടുകിടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ട് വഴറ്റും കേട്ടോ. ഉള്ളി വഴന്ന് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇടുന്നുണ്ട്. അത് എൻ്റെ പച്ചമണം മാറിയിട്ട് നമ്മൾ തക്കാളി ഇടുന്നുണ്ട്. അത് നല്ല പേസ്റ്റ് രൂപമാവുന്നത് വരെ നല്ലവണ്ണം വഴറ്റി കൊടുക്കുന്നു കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരയ്ക്കാം. തേങ്ങ മാത്രമേ അരയ്ക്കുന്നുള്ളൂ. അതിൻ്റെ കൂടെ കുറച്ച് വേവിച്ച കടല കൊണ്ട് അരയ്ക്കുന്നുള്ളൂ. നല്ല ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. അത് പിന്നെ നമ്മൾ തക്കാളി ഉള്ളിയൊക്കെ വഴന്നതിലോട്ട് മസാല ചേർക്കുവാണ്. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അതെല്ലാം നല്ല പച്ചമണം മാറുന്നവരെ വഴറ്റിയതിന് ശേഷം നമ്മൾ വേവിച്ച കടല അതിലേക്ക് തട്ടുവാണ്. കടല അതിലേക്ക് ചേർത്തിട്ട് നല്ലവണ്ണം വഴറ്റി കൊടുക്കുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ച അരപ്പ് അതിലേക്ക് തട്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളത്തോട് ചേർത്ത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് എൻ്റെ കടലക്കറി റെസിപ്പി കേട്ടോ. അതിലേക്ക് നമ്മൾ തിളച്ച് വരുന്നതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ കടലക്കറി റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ രാവിലെ നല്ല പുട്ടും കടലക്കറിയായിട്ട് കഴിക്കുവാണ്. ഒരു 9 മണിയൊക്കെ ആയിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ. നമ്മളൊന്ന് ഉച്ചയ്ക്ക് ചോറൊന്നും വെക്കുന്നില്ല കേട്ടോ. കാരണം നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ ഉത്സവമാണ്. ഈ തമിഴ്നാട്ടിൽ എവിടെ നോക്കിയാലും അമ്പലങ്ങൾ നിറയുണ്ട് കേട്ടോ. എല്ലായിടത്തും ഉത്സവങ്ങളിൽ ഉച്ചയ്ക്ക് അന്നദാനമൊക്കെ കാണും. പിന്നെ നമുക്ക് അച്ചാർ തീർന്നു പോയി. അപ്പോൾ അച്ചാർ ഇടാനായിട്ട് നമ്മുടെ വീടിന് തൊട്ട് ചേർന്ന് നമ്മളെ മാവ് തന്നെയാണ്. മാവിൽ നിറയെ മാങ്ങയുണ്ടെങ്കിലും മുകളിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ സൈഷനെ പിച്ചിട്ട് തന്നിട്ടോ. അതോ ഇലയോട് കൂടിയാണ് പിച്ചി തന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പാൽ കഴിക്കുകയാണ്. പാലിൽ പ്രോട്ടീൻ പൗഡർ ഇട്ടാണ് കഴിക്കുന്നത്. നമ്മുടെ തമിഴ്നാട്ടിലെ സർക്കാർ നമ്മളെ ഹോസ്പിറ്റലിൽ നിന്ന് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് തന്നതാണ് കേട്ടോ. അപ്പോൾ അത് എങ്ങനെ കഴിക്കേണ്ട രീതിയൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. അതനുസരിച്ച് നമ്മൾ 2 സ്പൂണാണ് ഡെയിലി കഴിക്കേണ്ടത്. അപ്പോൾ രാവിലെ 1 സ്പൂൺ 1 ഗ്ലാസ് പാലിൽ ഇട്ട് കഴിക്കും. ഉച്ചയ്ക്ക് ശേഷം 1 സ്പൂണ് 1 ഗ്ലാസ് പാലിട്ട് കഴിക്കും. അതാണ് എൻ്റെ രീതി കേട്ടോ. നമ്മളിപ്പോൾ 5 മന്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അനാട്ടമി സ്കാൻ ഉണ്ട്. അത് 10-ാം തീയതിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് പോകണം. പിന്നെ ഒരു ഏത്തക്കയുടെ കഴിക്കുന്നുണ്ട്. പിന്നെ 1 മണിയാവാറായപ്പോൾ നമ്മൾ ഒരുങ്ങി അമ്പലത്തിലേക്ക് പോവുകയാണ്. ഞാൻ സൈഷേട്ടനും അബിക്കുട്ടനായിട്ടാണ് പോകുന്നത്. പിന്നെ സൈഷേട്ടൻ്റെ ചിറ്റിയും ചിറ്റപ്പനും പിന്നെ അവരുടെ കൊച്ചുമോളും ഉണ്ട്. ഞങ്ങളവിടെ ഒരുമിച്ചാകുന്ന അമ്പലത്തിലോട്ട് പോകുന്നത്. അപ്പോൾ ചെന്നപ്പോൾ തന്നെ തിരക്കൊക്കെ കുറവായിരുന്നു കേട്ടോ. എന്നിരുന്നാലും നല്ല വലിയ പന്തലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ സീറ്റ് ഇട്ട് ചെന്നപ്പോൾ തന്നെ നമുക്ക് ഇരിക്കാൻ സ്ഥലമൊക്കെ കിട്ടി. അപ്പോൾ നല്ല ഊണായിരുന്നു. സദ്യ എന്ന് വെച്ചാൽ പരിപ്പും പപ്പടവും എല്ലാം കൂട്ടി എല്ലാ കറികളും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഊണിന് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അബിക്കുട്ടൻ സാമ്പാറൊന്നും കൂട്ടില്ല, എരിവായതുകൊണ്ട് അബിക്കുട്ടൻ്റെ പരിപ്പ് കറിയാണ് ഇഷ്ടം. അപ്പോൾ പരിപ്പ് കറി ഉണ്ടായിരുന്നു. നമ്മളെ പുളിഞ്ചി അച്ചാറും. അപ്പോൾ പരിപ്പ് കറി, പപ്പടം, നമ്മളെ കടലയും ബീട്രൂട്ടും കൂടെ ചേർന്നുള്ള കറി ഉണ്ടായിരുന്നു. പിന്നെ പുളിഞ്ചിക്ക കറി, പിന്നെ അച്ചാർ, അങ്ങനെ ഒരുപാട് കറി ഉണ്ടായിരുന്നു കേട്ടോ. പായസമാണെങ്കിൽ അടപ്പായസമായിരുന്നു. അത് അത്ര ടേസ്റ്റിലായിരുന്നു. ടച്ച് വെള്ളം കുടിപ്പോയിരുന്നാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി ചോറ് കഴിച്ചിട്ട് ഞങ്ങൾ അമ്പലത്തിൽ തൊഴാൻ പോയി കേട്ടോ. തൊഴാൻ പോയപ്പോൾ അവിടെ നിറയെ ആൾക്കാരിങ്ങനെ തൊഴുത്തിട്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. ഈ നമ്മുടെ കുറി ഇട്ട് തന്നത് പൂജാരി തന്നെയാണ്. പൂജാരി തന്നെയാണ് എല്ലാവർക്കും കുറി ഇട്ട് കൊടുക്കുന്നത്. ഒരു നല്ല ക്ഷേത്രമാണത്. ക്ഷേത്രത്തിൻ്റെ പേര് നമ്മളെ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രമാണ്. പിന്നെ അത് കഴിഞ്ഞ് അബിക്കുട്ടൻ ഐസ്ക്രീം മേടിച്ചു കൊടുത്തു. നമ്മൾ നേരെ വീട്ടിൽ വന്നു കേട്ടോ. രാത്രി കഴിക്കാനായിട്ട് നമുക്ക് ബിരിയാണി ആയിരുന്നു. കടയിൽ നിന്ന് മേടിച്ചാണ്. കരിങ്കല്ല് നമ്മൾ സ്ഥിരം മേടിക്കുന്ന കടയിൽ നിന്നാണ്. നല്ല ബിരിയാണിയാണ് കേട്ടോ. ബിരിയാണിയുടെ കൂടെ തന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഫ്രൈ ഉണ്ട്. ചിക്കൻ ഫ്രൈ അതിൻ്റെ കൂടെ തന്നെ തരും. പിന്നെ ഒരു മുട്ടയുണ്ട്. 2 പീസ് ചിക്കനും ഉണ്ട് കറി. പിന്നെ ഇത് ഫ്രൈ ആണ്. അതിൻ്റെ കൂടെ തരുന്നത് തന്നെയാണ്. പിന്നെ സാലന ഉണ്ടായിരുന്നു. നമ്മളെ സാലാഡ് ഉണ്ടായിരുന്നു. സൈഷേട്ടനാണെങ്കിൽ ബിരിയാണി വേണ്ടാന്ന് പറഞ്ഞു. നമ്മളാണ് കുത്തിയിരുന്ന് ബിരിയാണി തിന്നേണ്ടി വന്നത്. സൈഷേട്ടൻ പൊറോട്ട മേടിച്ചിട്ട് പൊറോട്ടയും കടലക്കറിയും പിന്നെ ചിക്കൻ കറി നേരത്ത് കഴിച്ചു അതിൻ്റെ കൂടെ, പൊറോട്ടയുടെ കൂടെ. അങ്ങനെ നമ്മുടെ രാത്രിത്തെ ഫുഡ് ഹെവി ആയിട്ടായിരുന്നു. ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചിട്ട് ഉറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ഞാൻ കുറച്ച് പാത്രത്തിൽ ഒരു ഫ്രൈ എടുത്ത് കുറച്ച് ചിക്കനും എടുത്തു, ചോറും എടുത്തിട്ട് അരമുറി മുട്ട അബിക്കുട്ടനും എടുത്തു കേട്ടോ. പിന്നെ സാലഡും എടുത്തിട്ട് കഴിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്താ പറയുക, എല്ലാവർക്കും നല്ലൊരു ദിവസം നിർത്തുന്നു. നിങ്ങളുടെ സ്വന്തം രജി. താങ്ക് യു.